ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നൊരു പിസ്സയാണ് തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വൈറ്റ് പിസ്സയുടെ റെസിപ്പിയാണിത്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണിത്. ഇനി നമുക്ക് പിസ്സ ഉണ്ടാക്കി തുടങ്ങാം. ഞാനിവിടെ കുറച്ച് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇതിനാവശ്യമായ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് പെപ്പർ പൗഡർ, കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനി ഒരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് പിസ്സ ബേസ് തയ്യാറാക്കിയെടുക്കണം. അതിനുവേണ്ടി ഒരു ഗ്ലാസ്സിലേക്ക് 1/2 സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതേ ഗ്ലാസ്സിലേക്ക് നമുക്ക് മിൽക്ക് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. ഈ ഗ്ലാസ്സിൻ്റെ ഹാഫ് ഭാഗം വരെ മാത്രം മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കിത് അടച്ച് വെച്ച് ഒരു 5-6 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് യൂസ് ആക്കുന്നത് കൊണ്ട് തന്നെ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ പൊങ്ങിക്കിട്ടും. ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഈസ്റ്റ് ഇപ്പം നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഉപയോഗിച്ച് നമ്മുടെ പിസ്സ ഡോ തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ ഇതേപോലുള്ള ഒരു കപ്പിലാണ് മൈദ അളന്നെടുത്തത്. ഈ ഒരു കപ്പിൽ 2 കപ്പ് മൈദയാണ് ഞാൻ യൂസ് ആക്കിയിട്ടുള്ളത്. എനിക്ക് ഈ 2 കപ്പ് മൈദ കൊണ്ട് 3 പിസ്സയാണ് തയ്യാറാക്കാൻ കഴിഞ്ഞത്. ഇനി ഒരു ബൗളിലേക്ക് നമ്മൾ പൊങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്ന ഈസ്റ്റ് കൂട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് ഈ ഈസ്റ്റ് കൂട്ടിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് പാൽ കൂടെ ഒഴിച്ചു കൊടുക്കണം. നോർമൽ ടെമ്പറേച്ചറിലെ പാൽ തന്നെയാണ് ഞാൻ യൂസ് ആക്കിയിട്ടുള്ളത്. ഇനി ഈ പാലും കൂടെ കൂട്ടിക്കൊടുത്ത ശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കിതിലേക്ക് ഫ്ലോർ കൂടെ ആഡ് ചെയ്യാം. ഇപ്പോൾ 2 കപ്പ് ഫ്ലോറാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. അതുകൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ ഒലിവ് ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ ഒരു സ്പാച്ചിൽ വെച്ച് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ മാവ് നല്ലപോലെ സിക്കായിട്ടാണ് ഉള്ളത്. ഇനി ഇത് ഒരു കൗണ്ടർ ടോപ്പിലിട്ട് നമുക്ക് നന്നായി കുഴച്ചെടുക്കാം. ആദ്യം തന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പ് നല്ലപോലെ ക്ലീൻ ആക്കി എടുക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മൈദ സ്പ്രെഡ് ചെയ്ത ശേഷം നമുക്കിത് കുഴച്ചെടുക്കാം. ഏകദേശം ഒരു 10 മിനിറ്റെങ്കിലും ഇത് നല്ലപോലെ സോഫ്റ്റ് ആവുന്നവരെ ഈ മാവ് നമുക്ക് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ നമ്മുടെ മാവ് നല്ല സോഫ്റ്റായി തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളെടുത്ത് അതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ തടവി കൊടുത്ത ശേഷം നമ്മൾ കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പിസ്സ ഡോ അതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ടിത് അതിന് മേലെ കുറച്ചുകൂടെ ഒലിവ് ഓയിൽ തടവി കൊടുത്ത ശേഷം നമുക്കിത് അടച്ച് മാറ്റി വെക്കാം. ഏകദേശം ഒരു 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെയെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി നമ്മൾ ആദ്യം കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ പീസസ് എടുത്തിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മുടെ ചിക്കൻ പീസസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഈ ചിക്കൻ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. വലിയ ചിക്കൻ പീസസാണ് ഉള്ളതെങ്കിൽ അത് ഡീപ് ഫ്രൈ ചെയ്തെടുത്ത ശേഷം നമുക്ക് ചെറുതായി കട്ട് ചെയ്തിട്ടും പിസ്സയിലേക്ക് ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് തന്നെയാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. ഇപ്പോൾ ചിക്കൻ്റെ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് കുറച്ചുകൂടെ ഒന്ന് ഫ്രൈ ആയ ശേഷം നമുക്ക് ഈ ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ എണ്ണയൊക്കെ പൂർന്നു പോകാൻ വേണ്ടി നമുക്കിതൊന്ന് ചെരിച്ച് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ വൈറ്റ് പിസ്സയ്ക്ക് വേണ്ടിയിട്ടുള്ള ഗാർലിക് പേസ്റ്റ് തയ്യാറാക്കിയെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 6 ചെറിയ വെളുത്തുള്ളി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ജാറിലേക്ക് 1 സ്പൂൺ ലൈം ജ്യൂസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്.
അതിൻ്റെ ഹാഫ് ഭാഗം ആദ്യം ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്കിത് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഗാർലിക് പേസ്റ്റ് ആക്കാൻ വേണ്ടി ആദ്യം തന്നെ പകുതി ഓയിൽ മാത്രം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ തിക്നെസ് നോക്കിയിട്ട് വേണമെങ്കിൽ ഒന്നുകൂടെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അരച്ചെടുത്താൽ മതി. അത് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സ് അനുസരിച്ചിട്ട് ഇത് തിക്കായിക്കൊണ്ടേയിരിക്കും. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചെറുതായി കട്ട് ചെയ്തെടുത്ത ടൊമാറ്റോ, കുക്കുംബർ, ക്യാപ്സിക്കം ആൻഡ് ഒനിയൻ, കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഉപ്പൊക്കെ കറക്റ്റാണെന്ന് നോക്കിയ ശേഷം നമുക്കിത് മാറ്റി വെക്കാം. അപ്പോഴേക്കും നമ്മുടെ പിസ്സ ഡോ നല്ലപോലെ പൊങ്ങി വന്ന് നല്ല സോഫ്റ്റായി തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ 3 പാർട്സ് ആക്കിയിട്ട് മാറ്റി വെക്കാം. അതിൽ നിന്ന് ഒരു പാർട്സ് എടുത്ത ശേഷം കൗണ്ടർ ടോപ്പിൽ മൈദ സ്പ്രെഡ് ചെയ്ത് അതിലേക്ക് അത് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് മെല്ലെ പരത്തിയെടുക്കണം. ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ ഒരുപാട് നേരിയതാക്കി പരത്തേണ്ട ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം കുറച്ച് കനത്തിൽ തന്നെ നമുക്കിത് പരത്തിയെടുക്കാം. ഞാനിപ്പോൾ ഇതേപോലെ ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഉപയോഗിച്ച് നമുക്ക് പിസ്സ ഉണ്ടാക്കാം. കൈകൊണ്ട് തന്നെ നല്ല ഭംഗിക്ക് പരത്തിയെടുക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാനിവിടെ റോൾ ഉപയോഗിച്ചാണ് പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി ഇതേപോലെ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത ശേഷം മുഴുവനായും ഈ ഓയിൽ ഇങ്ങനെ തടവി കൊടുക്കാം. ഞാനിവിടെ ഒലിവ് ഓയിൽ തന്നെയാണ് യൂസ് ആക്കിയിട്ടുള്ളത്. ഇനി ഈ പാനിലേക്ക് നമ്മൾ പരത്തി വെച്ചിട്ടുള്ള മാവ് വെച്ച് കൊടുക്കാം. പാനിലേക്ക് ഇതേപോലെ ഇങ്ങനെ കൊള്ളുന്നില്ലെങ്കിൽ കുറച്ച് വലിച്ചു കൊടുത്ത് റൗണ്ടാക്കി എടുത്താൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും കാണാൻ. ഇനി ഇതിന് മുകളിലേക്ക് ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിന് മുഴുവനായും ഇതേപോലെ ഇങ്ങനെ ആക്കി കൊടുക്കാം. ഞാനിവിടെ ഈ ഗാർലിക് പേസ്റ്റ് കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് മുഴുവനായും ഇതിലേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് നമ്മുടെ വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കണം. നേരത്തെ കുരുമുളകും ഉപ്പെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന വെജിറ്റബിൾസിന് കുറച്ചെടുത്ത് ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിതിലേക്ക് കുറച്ച് മാത്രമേ വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ടുള്ളൂ. കുട്ടികൾക്ക് ഒരുപാട് വെജിറ്റബിൾസ് ഒന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചില്ലി സോസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായി നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ പീസസ് കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് പിസ്സക്ക് വേണ്ടിയുള്ള ചീസ് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ മൊസറല്ല ചീസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പിസ്സക്കുള്ള ഇൻഗ്രീഡിയൻസ് മുഴുവനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 3-4 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നമ്മൾക്ക് വേവിച്ചെടുക്കാം. ഇതിൻ്റെ ചീസൊക്കെ അലിഞ്ഞ് വരുന്ന പാകമാകുമ്പോഴത്തേക്കും ഇത് വെന്തിട്ടുണ്ടാവും. പിസ്സ വെന്ത് കിട്ടുന്ന ടൈമിൽ തന്നെ മറ്റൊരു പിസ്സ കൂടെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അതിനുവേണ്ടി വേറൊരു പാൻ എടുത്ത് അതിലേക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ പിസ്സ ഡോ വെച്ച് കൊടുത്ത ശേഷം അതിലേക്ക് ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തു. അതിന് മുകളിലേക്ക് ഞാൻ ആദ്യം ടൊമാറ്റോ സോസും ചില്ലി സോസും ഇട്ട് കൊടുത്ത ശേഷമാണ് വെജിറ്റബിൾസ് ഇട്ട് കൊടുത്തത്. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ പീസസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മൊസറല്ല ചീസ് കൂടെ ഇട്ട് കൊടുത്ത ശേഷം അടച്ച് വെച്ച് 3-4 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ 3 പിസ്സയും ഇതേപോലെ നമുക്ക് റെഡിയാക്കിയെടുക്കാം. നമ്മൾ ആദ്യം തയ്യാറാക്കിയ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള പിസ്സയാണ്. വൈറ്റ് പിസ്സയാണ്. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും തീർച്ചയായും ഇത് ഇഷ്ടപ്പെടും. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വൈറ്റ് പിസ്സയുടെ റെസിപ്പിയാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയ ഈസി പിസ്സ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് ലഭിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഇതേപോലെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല നല്ല വീഡിയോസുമായി ഇനിയും കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.